ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 4 വിശുദ്ധ ഉൾറിക്കിന്റെ തിരുനാൾ. ഹുഗ്ബാർഡ് എന്ന ഒരു ജർമ്മൻ പ്രഭുവിന്റെ മകനാണ് ഉൾറിക്ക് അഥവാ ഉൾഡാർക്ക്. ബാല്യത്തിൽ ആരോഗ്യം മോശമായിരുന്നെങ്കിലും ജീവിതക്രമവും മിതത്വവും അദ്ദേഹത്തെ ദീർഘ ആയുഷ്മാനാക്കി. വിശുദ്ധ ഗാലിന്റെ ആശ്രമത്തിലും വോസ്ബർഗ് മെത്രാന്റെ സംരക്ഷണത്തിലും വിദ്യാഭ്യാസം നടത്തി. വൈദികനായി 924 വോസ്ബർഗിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മെത്രാനായ ശേഷം ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമല്ല, ലൗകിക അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനും അദ്ദേഹം ഉത്സുകനായിരുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കത്തീഡ്രലിലെ കാനോന നമസ്കാരത്തിൽ പങ്കെടുത്തു പോന്നു. അതിനുശേഷം സ്വന്തമായ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. രാവിലെ മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലിയ ശേഷം പാട്ടുപൂജയ്ക്ക് സന്നദ്ധനായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞാണ് പള്ളിയിൽ നിന്ന് പോയിരുന്നത്. അവിടെ ആശുപത്രിയിൽ പോയി രോഗികളെ ആശ്വസിപ്പിച്ചിരുന്നു. ദിനം പ്രതി 12 പേരുടെ പാദങ്ങൾ കഴുകി. സന്ധ്യാസമയത്ത് മാത്രം തുച്ഛമായ ഭക്ഷണം കഴിച്ചിരുന്നു. താൻ ഉപവസിക്കുമ്പോൾ അപരിചിതർക്ക് മാംസം നൽകിയിരുന്നു. വൈക്കോലിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ പ്രാർത്ഥനകളുടെയും പ്രായച്ചിത്തങ്ങളുടെയും ഇടയ്ക്ക് രൂപത ജോലികളൊന്നും മുടക്കിയിരുന്നില്ല. ഓരോ വർഷവും രൂപത മുഴുവൻ സന്ദർശിച്ചിരുന്നു. വിശുദ്ധ അംബ്രോസിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ അദ്ദേഹം യഥാവിധി പുനർനിർമ്മിച്ചു. 80-ാമത്തെ വയസ്സിൽ 973 ജൂലൈ 4 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ ഉൾറിക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടവക കുടുംബത്തിനും തിരുസഭയ്ക്കും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.